ഹലോ. ഇത് ഒരു റാൻഡം ഡേ വ്ളോഗാണ്. പതിവില്ലാതെ രാവിലെ തന്നെ പിൻട്രസ്റ്റ് തോണ്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കാന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നത്. എന്ത് കണ്ടന്റ് വെച്ചുകൊണ്ട് വ്ളോഗ് എടുക്കുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു എത്തും പിടിയില്ലായിരുന്നു. അങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു വ്ളോഗ് സെറ്റാക്കി. നമ്മളെ ജീവിതം ഇങ്ങനെയാണല്ലേ, ഒരു വാതിലടക്കുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഓരോ വാതിലുകൾ തുറക്കുക അടക്കുക എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ സാലറിയിൽ നിന്ന് വാങ്ങിച്ച ഇതേപോലത്തെ കുറച്ച് ഐറ്റംസും ഒരു ഫോണും ഒരു ട്രൈപോഡുമാണ് പിന്നെയുള്ള അതിൻ്റെ ആകെയുള്ളൊരു സമ്പാദ്യം. ഇപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ ഇളച്ചി, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അതും ഓള് സ്വന്തമായിട്ട് നയിച്ചുണ്ടാക്കിയ പൈസക്ക്. ഞാനിതുവരെ ഉണ്ടാക്കിയൊരു പൈസക്ക് ഒരു ബനിയന് പോലും വാങ്ങിയിട്ടിട്ടില്ല. അത്രയ്ക്ക് ഭാഗ്യമേ എനിക്കുള്ളൂ. എൻ്റെ സ്വന്തം ഏജിലുള്ള ആൾക്കാർ ഇതേപോലെയൊക്കെ ഏൺ ചെയ്ത് ഓരോന്ന് ചെയ്യണ കാണുമ്പോൾ ഞാൻ ഒന്നിനും പറ്റാത്ത ഒരാളായോ എന്നൊക്കെ തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ജേണലൊക്കെ അങ്ങോട്ട് ചെയ്ത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്. ഈ കാണുന്ന ജേണൽ ബുക്ക് എൻ്റെ അനിയത്തിൻ്റെ ആണ്. ഓള് പണ്ടേ ഇതൊക്കെ ചെയ്യണതാണ്. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടെ വൈകിപ്പോയി എന്നൊക്കെ എനിക്കൊരു തോന്നൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇന്നൊരു സ്വീറ്റ് കോൺ തിന്നാനൊരാഗ്രഹം. അങ്ങനെ ഒരാഗ്രഹം വന്നാൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഇത്. സ്വീറ്റ് കോൺ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വാരിയിടാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഈ സംഭവം ഒരു സ്ലൈഡ് ചീസൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്ത്. ചീസിൽ ഇട്ട ഈ സ്വീറ്റ് കോൺ തിന്നാൻ വേറെ തന്നെ ഒരു രസമാണ്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി. എനിക്ക് ഈ ഹോർമോണിൻ്റെ ബാലൻസ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് എൻ്റെ ഡയറ്റിൽ യൂസ് ചെയ്യാറുണ്ട്, അതായത് ഇൻക്ലൂഡ് ചെയ്യാറ്. ബട്ട് ചീസ് സ്വീറ്റ് കോൺ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. ഈത്തപ്പഴം ബദാമും ഇതേപോലെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ആഡ് ചെയ്ത് കണ്ട് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി കുറച്ച് എക്സസൈസ് ആവാം അല്ലേ. ഇതൊക്കെ ഞാൻ 2026 എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കുറേ ചേഞ്ചസാണ്. ഈ ഒരു വർക്കും അതിൽ പെട്ടതാണ് കേട്ടോ. ഇത് ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നുമല്ല. ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഇങ്ങനെ വലിയ ക്യാൻവാസിലൊക്കെ ഡ്രോയിങ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കാണ്. ഇതേപോലെ ഇനിയും ക്യാൻവാസിൽ ചെയ്യണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ഇതൊരു ബിസിനസ്സായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റായാൽ മതിയായിരുന്നു. ഇതാണ് എൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രാർത്ഥന. കുറച്ച് ടൈമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യലുള്ളൂ. എന്നാലും മാക്സിമം നല്ല വർക്കാക്കിക്കാണ്ട് ചെയ്യാൻ നോക്കലുണ്ട്. ഇത് ഇന്നത്തെ ലഞ്ചാണ് കേട്ടോ. പിന്നെ ലഞ്ച് കഴിഞ്ഞ് കുറച്ച് മധുരം കഴിക്കാമല്ലോ. അപ്പോൾ ഇനി സ്വല്പം മ്യൂസിക് ആവാം അല്ലേ. ഈ സംഭവം എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.